ഹായ് ഓൾ, വെൽക്കം ടു അവർ നെക്സ്റ്റ് വ്ലോഗ്. ഇപ്പൊ നമ്മളുള്ളത് നമ്മുടെ കേരളത്തിലെ മൺട്രോ ഐലൻഡിലാണ്. ഇപ്പൊ നമ്മൾ മൺട്രോ ഐലൻഡിലൂടെ ബോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ ബോട്ടിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ്. മൺട്രോയിൽ വന്നേക്കുന്നത് ഞങ്ങളുടെ എൻറ്റയർ ഫാമിലി ആയിട്ടാണ്. അപ്പൊ നമുക്ക് എല്ലാ വിശേഷങ്ങളും കാണാം. അച്ഛാ ഹായ്. കായലിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ കായലോരം താമസിക്കുന്ന ആളുകളുടെ മത്സ്യബന്ധനക്കാരുടെ അത് മീൻ പിടിക്കുന്നത് ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ബാക്കിൽ ഇപ്പൊ കാണുന്നത് നമ്മൾ കണ്ടിട്ട് ഫേമസ് പൊന്മാൻ സിനിമയിൽ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ആ ചെമ്മീൻ്റെ പാടം. അതാണ് ഇപ്പൊ നമ്മൾ ബാക്കിൽ കാണുന്നത്. ഞങ്ങൾ വന്നത് വൈകിട്ട് സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ നല്ല രീതിയിൽ മഴയും പെയ്തോണ്ടിരിക്കുകയാണ്. നല്ല രസമായിട്ട് മഴയത്ത് കായലിൽ കൂടെ ഈ വൈകിട്ട് സമയത്ത് ഈ ചുറ്റിനും നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു വീടുകള്, ബോട്ടുകള്, പിന്നെ എല്ലാം ഈ മത്സ്യബന്ധനക്കാരുടെ ആയതുകൊണ്ട് അവിടെ കുറെ ആളുകൾ ചൂണ്ടയിടുന്നുണ്ട്, ചെമ്മീൻ കെട്ട്, അങ്ങനത്തെ കുറെ പിന്നെ കക്കാവായിരുന്നു ചില മാമാരൊക്കെ കക്കാവാര ഇറങ്ങി കുഞ്ഞു കുഞ്ഞു ബോട്ടിലൊക്കെ പോകുന്നുണ്ട്. എല്ലാം കൂടെ സൂപ്പർ എക്സ്പീരിയൻസ്, അടിപൊളി ക്ലൈമറ്റ്. വരണം വെക്കേഷൻ ഫാമിലിയൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റും. നാട്ടില് കേരളത്തിൽ എക്സ്പ്ലോർ ചെയ്തിരിക്കും. ഞങ്ങൾ വന്നേക്കുന്നത് കമൽ എന്ന് പറഞ്ഞ മാമന്റെ ബോട്ടിലാണ്. മാമന്റെ നമ്പർ വേണേ നമ്മൾ തരാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ഈ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യുന്നൊരു ക്ലൈമറ്റ് ആണ്. ഞങ്ങളൊരു 10-15 മിനിറ്റ് ആയി ഇപ്പോൾ ബോട്ടില്. ഇപ്പൊ നമ്മള് നമ്മുടെ പുറവേല് കാണുന്നത് കണ്ടൽക്കാടുകളാണ്. കണ്ടൽക്കാടുകൾ കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഷ്ടമുടി കായലിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അഷ്ടമുടി കായലിന്റെ നടുക്കൂടെ കാണുമ്പോഴത്തേക്ക് അടിപൊളി, പറഞ്ഞ് കൺവേ ചെയ്യാൻ പറ്റാത്ത അത്ര ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ചുറ്റിനും കണ്ടൽക്കാടുകൾ, പിന്നെ കുറച്ച് വേലിയിട്ടുള്ള സമയമായിരുന്നു പറഞ്ഞു. അതുകൊണ്ട് വെള്ളം നല്ല പൊക്കത്തിൽ നല്ല വെള്ളമുണ്ട്. ഇവിടെ നാട്ടിൽ കുറച്ച് മഴയുണ്ട്, അതുകൊണ്ട് നല്ല വെള്ളം കയറി കിടക്കുന്ന സമയമാണ്. ചൂടില്ല, മഴത്തുള്ളികൾ ഞങ്ങളെ കാണുമ്പോഴും പറയാം മഴ നനഞ്ഞിരിക്കുകയാണ്. വലിയ മഴയുണ്ട്, കുഞ്ഞു മഴയുണ്ട്. സൂപ്പർ. നമ്മൾ ബോട്ട് സ്ലോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ കൂടെ ഇടയ്ക്ക് പല കിളികള് ഞങ്ങൾ മീനൊന്നും കണ്ടില്ല. കായല നടക്കുന്നത് മീനൊന്നും വലിയ വരില്ല, അറിയത്തില്ല. കുറെ ചെമ്മീൻ കെട്ടും കരിമീൻ വളർത്തുന്ന സ്ഥലങ്ങള്, മീനിടുന്ന കക്ക വാരാൻ പോകുന്ന ആളുകള്, ഇതെല്ലാം നമ്മൾ കണ്ടു. ഇവിടെ ഓരോ സാധനങ്ങളൊക്കെ പൊങ്ങി കിടക്കും. നല്ല വെള്ളമുണ്ട്, നല്ല ഓളം. കണ്ടൽക്കാടിനകത്തോട്ട് പോവാണ്. ഇപ്പൊ ഒരു കണ്ടലാണ്. ഈ കണ്ടൽക്കാടിലാത്തോണ്ട് നമുക്ക് പോവാണ്. അടിപൊളി വ്യൂവാണ്, നല്ല ക്ലൈമറ്റും എല്ലാം ഉണ്ട്. നമ്മളെ കണ്ടൽക്കാടിനടുക്കെത്തി. നമുക്ക് ചുറ്റും കണ്ടൽവനങ്ങളും കായലിനും അടുത്ത് സൂപ്പറായിട്ട് നിൽക്കാണ് നമ്മള്. നല്ല മഴയുണ്ട്, അടിപൊളി മഴയുണ്ട്, നല്ല അടിപൊളി ക്ലൈമറ്റ്. വലിയ വെയിലൊന്നും ഇല്ല. മഴയുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ക്ലൈമറ്റ്, നല്ല തണുത്ത കാറ്റും എല്ലാം ആയിട്ട്. നമുക്ക് ഇതിന്റെ ഇടയിലൊക്കെ കയറിയൊക്കെ പോവാം, മേളിലൊക്കെ കയറാം, എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്നും അറിയത്തില്ല, മാമൻ പറയുമ്പോൾ നമ്മൾ ചെയ്യാം. ആരെ സൈക്കിടെ കൊരങ്ങനെ പോലെ ചാടിക്കേറിയേ? ഏതാ അവൻ? ഇവനോ? അപ്പൊ നമ്മുടെ ബാക്കിൽ കാണുന്നത് ഒരു കരിക്ക് വിൽക്കുന്നതാണ്. ഈ വെള്ളത്തിനിടയിൽ, ഈ കണ്ടൽക്കാടുകൾക്കിടയിൽ ഒരു അമ്മൂമ്മയോ ഒരു ചേട്ടനും കൊണ്ടുവന്നിട്ട് കരിക്ക് കൊണ്ടിരിക്കുകയാണ്.
കായലിന്റെ സൈഡിൽ കുറച്ച് കസേരയൊക്കെ ഇട്ടിട്ടാണ് ഭയങ്കര സ്ഥലമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ മാറിയില്ല. നമ്മൾ ഒരു ഐലൻഡിലാണ്. ഇതിലെത്തി നമ്മൾ സൈഡിൽ കാണുന്നത് ഹോം സ്റ്റേ ഉണ്ട്, പാർക്കുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ പ്ലേസ് ഏരിയകളൊക്കെ. ഇപ്പോൾ അഷ്ടമുടി കായലിന്റെ നടുക്ക് നിൽക്കാന്നൊരു ഫീലാണ് നമുക്ക് വരുന്നത്. കാരണം ഏത് ഒരു ചെറിയ ഐലൻഡ് ആണ്. അതിന്റെ ഐലൻഡിന്റെ നടുക്ക് അവര് തന്നെ ഈ മത്സ്യം അവിടെ കൃഷി നടത്തുന്നവരുണ്ട്. അവര് കെട്ടിത്തിരിച്ചേക്കുന്ന ഒരു കോൺക്രീറ്റിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ അതിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോവാം. അടിപൊളി. അടിപൊളി കാറ്റ്, അടിപൊളി ക്ലൈമറ്റ്, നല്ല നല്ല വെള്ളം, തണുത്ത വെള്ളം. സൂപ്പർ. അഷ്ടമുടി കായലിന്റെ ഭംഗി. അപ്പോൾ ഇന്നത്തെ മൺട്രോയിലെ വിശേഷങ്ങളുടെ അവസാനിച്ച് അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരേക്കും ടാറ്റാ, സൈനിങ് ഓഫ്. ബൈ ബൈ. ലൈക്ക് ആൻഡ് ഷെയർ.